മഡഗാസ്കറിലെ ജൻസി പ്രക്ഷോഭം മൂന്നാം ആഴ്ചയും തുടരുകയാണ്. പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 22ആയി. സൈന്യം രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ പ്രസിഡന്റ് ആൻഡ്രി രജോലിന നാടുവിട്ടു. സെപ്റ്റംബർ 25-ന് ചെറിയ തോതിൽ തുടങ്ങിയ പ്രക്ഷോഭം പടർന്നു കയറിയത് വളരെ പെട്ടെന്നാണ്. സൈന്യത്തിലെ ഒരു വിഭാഗം പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്നതോടെ പ്രസിഡന്റ് നാടുവിട്ടു. ഫ്രാൻസിന്റെ സൈനിക പിന്തുണയോടെയാണ് ആൻഡ്രി രജോലിന നാടുവിട്ടത്. ജീവന് ഭീഷണിയുള്ളതിനാൽ മാറി നിൽക്കുന്നുവെന്ന് അജ്ഞാത കേന്ദ്രത്തിൽ നിന്നയച്ച സന്ദേശത്തിൽ പ്രസിഡന്റ് വ്യക്തമാക്കി. മഡഗാസ്കറിൽ വെള്ളവും വൈദ്യുതിയുമില്ല. വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളില്ല. 60% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രാജ്യത്ത് ജീവിത ചെലവും കൂടുതലാണ്. ഇതിനെല്ലാം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. നേരത്തെ നേപ്പാളിലും കെനിയയിലും മൊറോക്കോയിലും ഇന്തോനേഷ്യയിലും സമാന രീതിയിലുള്ള പ്രക്ഷോഭം അരങ്ങേറിയിരുന്നു. അതേ രീതിയാണ് ഇവിടെയും തുടരുന്നത്. 1960-ൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇവിടെ പലപ്പോഴായി ഉണ്ടായ പ്രക്ഷോഭത്തിൽ നിരവധി നേതാക്കൾക്ക് അധികാരം നഷ്ടമായിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.